ആൾ ഇന്ത്യ മാജിക് ആൻഡ് ഹിപ്നോട്ടിക് ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ 2026 കേരളത്തിലെ മികച്ച ഹിപ്നോതെറാപ്പിസ്റ്റിനുള്ള പുരസ്കാരം പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി വിനീത KVK സമ്മാനിച്ചു. 5100 രൂപ ക്യാഷ് അവാർഡ് പ്രശസ്ത സിനിമാ സംവിധായകനും നോവലിസ്റ്റുമായ റഷീദ് പാറക്കൽ നൽകി. സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് മായാദാസ് TS ഉദ്ഘാടനം ചെയ്തു. ബഹുമാനായ ദേശീയ ചെയർമാൻ ഓൾ ഇന്ത്യ മാജിക് ആൻഡ് ഹിപ്നോട്ടിക് ഓർഗനൈസേഷൻ ശ്രീ രവീന്ദ്രൻ ആചാര്യ, ബഹുമാനായ ഇന്ന് നമ്മൾ ആദരിക്കുന്ന പ്രിയപ്പെട്ട കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ, പത്മശ്രീ, പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രിയപ്പെട്ട റഷീദ് പാറക്കൽ, ഇന്ന് അവാർഡ് നേടിയിട്ടുള്ള KV വിനീത, ശ്രീ കൃഷ്ണകുമാർ പൊതുവാൾ ദേശാഭിമാനി മുൻ പ്രൂഫ് റീഡർ, പ്രിയപ്പെട്ട മജീഷ്യൻ സുജികുമാർ, ഡോക്ടർ ടോണി, പ്രിയപ്പെട്ട വർഗീസ് ഭായ്, ശ്രീകാന്ത്, ബാക്കി സുഹൃത്തുക്കളെ, മറ്റ് കൂട്ടുകാരെ, കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ട രവീന്ദ്രൻ ആചാര്യയെ പരിചയപ്പെട്ട് ഏകദേശം ഒരു 30 വർഷത്തിന് മീതെയുള്ള പരിചയമുണ്ട്. അദ്ദേഹം VHSC പഠിക്കുന്ന കാലം തൊട്ട് ശ്രീ രവീന്ദ്രൻ ആചാര്യ എനിക്ക് പരിചയമുണ്ട്. ഈ രംഗത്ത്, മാജിക് രംഗത്ത്, ഹിപ്നോട്ടിസം രംഗത്താണ് അദ്ദേഹം നിലയുറപ്പിച്ചത്. ദേശീയ ചെയർമാൻ ഡോക്ടർ രവീന്ദ്രൻ ആചാര്യ അധ്യക്ഷത വഹിച്ചു. മജീഷ്യൻ സുജികുമാർ, ഡോക്ടർ ടോണി PX, വർഗീസ് ഭായ്, ശ്രീകാന്ത് VR, കല്യാണി MK, മുതിർന്ന പത്രപ്രവർത്തകൻ കൃഷ്ണകുമാർ പൊതുവാൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതിക്ക് ഉപഹാരവും ഓണപ്പുടവയും സമ്മാനിച്ചു. പ്രശസ്ത മാന്ത്രികൻ ഡോക്ടർ രവീന്ദ്രൻ ആചാര്യ മാജിക് ഷോ അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് വീഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576, 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.